അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നയം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇപ്പോൾ പ്രവർത്തിക്കേണ്ട ഒരാളല്ല. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് തീരുമാനിക്കും. ഒരു തവണ പോലും ഒരു വ്യക്തി പോലും അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നോ ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ഇന്ന് പുറത്തു വന്നത് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ്. യുവതിയെ ഗർഭധാരണത്തിനും പിന്നീട് ഗർഭഛിദ്രത്തിനും ഭീഷണിപ്പെടുത്തുന്ന അസഭ്യം പറയുന്ന ജനപ്രതിനിധിയുടെ സംഭാഷണം, വാട്സാപ്പ് ചാറ്റുകൾ എന്നിവയാണ് ഇന്ന് പുറത്തു വന്നത്. പതിവ് പോലെ ഓഡിയോ തന്റേതാണെന്നോ അല്ലെന്നോ പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഒഴിഞ്ഞു മാറുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. പ്രതികരിച്ച കെ മുരളീധരനാകട്ടെ പന്ത് സർക്കാരിന്റെ കോർട്ടിലിട്ടു. നടപടി സർക്കാർ എടുക്കട്ടെ, അപ്പോൾ ഞങ്ങൾ നടപടി കടുപ്പിക്കും എന്നായിരുന്നു പ്രതികരണം. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും പാർട്ടി വേദികളിൽ, പ്രചാരണ വേദികളിലൊക്കെ സജീവമായ MLA ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് പുറത്തു വന്നതിനേക്കാൾ ഗുരുതരമായ തെളിവുകൾ ഇന്ന് പുറത്തു വരുമ്പോൾ ഉള്ള നേതാക്കളുടെ പ്രതികരണങ്ങളും ഇപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനിയും ചുമക്കണോ പാർട്ടിയും ജനങ്ങളും? എൻകൗണ്ടർ വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. എൻകൗണ്ടറിൽ അതിഥികളായി CPIM പ്രതിനിധി ശ്രീ VK സനോജ്, പ്രശാന്ത് ശിവൻ, BJPയുടെ പ്രതിനിധി സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ എന്നിവരാണ്. ഞാൻ ആദ്യം പോകുന്നത് ശ്രീ VK സനോജിലേക്കാണ്. സനോജ്, കെ മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അദ്ദേഹം മാത്രമാണ് ഈ വിഷയത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടുള്ളത്. KPCC അധ്യക്ഷൻ മീറ്റിംഗിലായിരുന്നു, ഇത് ഒന്നും കണ്ടിട്ടും അറിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇത് പുറത്ത് വന്നിട്ട് മണിക്കൂറുകളാകുന്നു, ഏതാണ്ട് 5 മണിക്കൂറിലധികമാകുന്നു. ഇതുവരെ ഒരു പ്രതികരണവുമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് ഒന്നിലേറെ തവണ നമ്മൾ പ്രതികരണം ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് കടന്നു പോകുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. കെ മുരളീധരനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം ഒരല്പം ദീർഘമായി തന്നെ പ്രതികരിച്ചു. ആ പ്രതികരണത്തിൻ്റെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ നടപടിയെടുക്കട്ടെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കട്ടെ, അപ്പോൾ ഞങ്ങൾ നടപടി കടുപ്പിക്കാം എന്നതാണ്. അതായത് എന്തെങ്കിലും നടപടി എടുക്കാനുണ്ടെങ്കിൽ അവിടെ സർക്കാരിന് ചെയ്യാമല്ലോ. അത് ഭംഗ്യന്തരേണ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല? ഞങ്ങൾ ഇത്രയും ചെയ്തതല്ലേ? ഇത് നമ്മൾ മുൻപും കേട്ടതാണ്. പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, വേറെ ആര് അത് ചെയ്യും എന്ന് ചോദിച്ച പാർട്ടി നേതാക്കളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്, ഇനി സർക്കാർ ചെയ്യട്ടെ, സർക്കാർ ചെയ്താൽ ഞങ്ങൾ നടപടി കടുപ്പിക്കും എന്ന് പറയുകയാണ്. അതായത് പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. VK സനോജ്. അല്ല, ഒരു MLAക്ക് നേരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ആരോപണങ്ങൾ മാത്രമല്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിസ്സഹായരായിട്ടുള്ള നിരവധി പെൺകുട്ടികളുടെ നിലവിളികളാണ് നമ്മൾ TV തുറന്ന് വാർത്തയെല്ലാം കേൾക്കുമ്പോൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഗൗരവമായ ഒരു വിഷയം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സർക്കാരിൻ്റെ എന്തോ പിടിപ്പുകേട് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നാണ് മുരളീധരൻ സമർത്ഥിക്കാൻ വേണ്ടി നോക്കുന്നത്. അതൊക്കെ അങ്ങ് KPCC ഓഫീസിൽ മുരളീധരൻ്റെ പ്രസംഗം കേട്ട് കൈയടിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. സർക്കാർ എന്താ ഇതിനകത്ത് വേണ്ടത്? സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ടീമിനെ വെച്ചു. പക്ഷേ മൊഴി കൊടുക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളെ ആരാ ഭീഷണിപ്പെടുത്തുന്നത്? മൊഴി കൊടുക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളെ ഈ മുരളീധരൻ്റെ പാർട്ടിയിലെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത്. അതിൽ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ടീം, അവരാണ് ഈ സൈബർ അറ്റാക്കിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത്? അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് മുരളീധരനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, UDFൻ്റെ വേദിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിന് സിന്ദാബാദ് വിളിച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ പ്രകടനം നടത്തുന്നുണ്ടല്ലോ. ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അകമ്പടിയായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ പോകുന്നുണ്ടല്ലോ. അവരെയെല്ലാം എന്തെങ്കിലും തരത്തിൽ വിലക്കാൻ, അവരെ കൂടെ പോകരുതെന്ന് പറയാനുള്ള ധൈര്യങ്ങൾ കാണിക്കണ്ടേ? അപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ പറയുക, മറുഭാഗത്ത് അയാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അയാൾക്ക് സിന്ദാബാദ് വിളിക്കാൻ ആളുകളെ ഒരുക്കി കൊടുക്കുക. അതല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഇറങ്ങിയപ്പോൾ ആരാ മുദ്രാവാക്യം വിളിച്ചത്? തിരുവനന്തപുരത്ത് നിയമസഭയിൽ ഒരു ദിവസം വന്നല്ലോ. ആരാ കൂടെ വന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റല്ലേ. അയാളുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തോ? അപ്പോൾ നിങ്ങൾ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടപടിയെടുത്തു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ തെളിവിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ, MLA സ്ഥാനത്ത് ഇനി ഒരു നിമിഷം പോലും തുടരാൻ പാടില്ല എന്ന് പറയാനുള്ള ഇച്ഛാശക്തി, രാഷ്ട്രീയ അന്തസ്സ് മുരളീധരനെ പോലെ ആളുകൾ കാണിക്കുക വേണ്ടത്. അല്ലാതെ പന്ത് നേരെ ഇങ്ങോട്ട് തട്ടിയിട്ട്
ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന് പറഞ്ഞാൽ അത് അല്പം മറ്റെന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ട് മുരളീധരന്റെ ആ വി കെ നമ്പർ സനോജ്, ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ആകെ നടത്തിയിട്ടുള്ളത് രമേശ് ചെന്നിത്തല അദ്ദേഹം 24-നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് എക്സ്ക്ലൂസീവായി അദ്ദേഹത്തിന്റെ പ്രതികരണം കിട്ടുന്നു. അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ആ കാര്യത്തിൽ പറഞ്ഞത്. അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഇതാണ്: ഒരു കാരണവശാലും ഈ പ്രചാരണ വേദികളിലൊന്നും അദ്ദേഹം ഉണ്ടാകാൻ പാടില്ല, അദ്ദേഹത്തെ പുറത്താക്കിയതാണ് എന്ന് പറയുകയാണ്. പക്ഷേ ഇത് രമേശ് ചെന്നിത്തല പോലെ ഒരു മുതിർന്ന നേതാവ് ഇപ്പോഴും ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ശ്രീ ജോർജ് പടിപ്പാറ, ഈ വിഷയത്തിൽ നമുക്ക് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്കുള്ള ചോദ്യം, അതായത് ഈ പാർട്ടി ഇത് എന്ത് തരത്തിലാണ് ഇങ്ങനെ ഒരാളെ, ഇത്തരത്തിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരാളെ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരാളെ പ്രചാരണ വേദികളിലൊക്കെ സജീവമായി അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെന്താണ് മറുപടി? ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ ചില തെളിവുകളാണല്ലോ. ഗർഭധാരണത്തിന് ആദ്യം നിർബന്ധിക്കുന്നു, പിന്നീട് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, അസഭ്യം പറയുകയാണ് ഈ ജനപ്രതിനിധി എന്ന് പറയുന്നയാൾ. അങ്ങനെ ഒരാളെ പൊതുമധ്യത്തിൽ നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഈ നേതൃത്വം കാണുന്നില്ല. ഇന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ് അങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന്. അത് ഇന്നല്ലല്ലോ അദ്ദേഹം അറിയുന്നത്, ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അല്ലല്ലോ അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. പക്ഷേ ആ അഭിപ്രായത്തിന് ആരാണ് വില കൽപ്പിക്കുന്നത്? ഇത് എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ശ്രീ ജോർജ് പടിപ്പാറ. അനുജ, വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അനുജ ഉയർത്തുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് മാത്രമല്ലല്ലോ, ഇതിനു മുമ്പും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതാണ്. ഇതേ പെൺകുട്ടി തന്നെ മുമ്പ് ആരോപണങ്ങൾ ഉയർത്തിയതാണ്. ഗർഭിണിയായ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാണ്. പക്ഷേ ഇത്രത്തോളം എന്താ പറയുക, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ളൊരു ചാറ്റും അതുപോലെ തന്നെ ശബ്ദരേഖയും പുറത്തു വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാകും അദ്ദേഹം ആ പെൺകുട്ടിയോട് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് പറയുന്നതും, അത് കഴിഞ്ഞ് ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി വളരെ ഫീബിളായിട്ട് വളരെ ദയനീയമായൊരവസ്ഥയിൽ ആരോഗ്യപരമായിട്ട് വളരെ തകർന്ന് മാനസികമായിട്ടും വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി നിലവിളിക്കുന്ന പോലെ വിലപിക്കുന്ന പോലെയാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ഇത് പറഞ്ഞത്, എന്നിട്ട് ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആക്രോശിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഭാഷ മാറുന്നതും സ്വരം മാറുന്നതും ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. എന്നിട്ട് ഒരു ധാർമ്മികതയില്ലാതെ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് ഞാൻ നിയമപരമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇന്ത്യയിലെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി യാതൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതും അദ്ദേഹം ഇരിക്കുന്നത് ഒരു MLA കസേരയിലാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആട്ടെ, നിയമപരമായിട്ട് തെറ്റ് ചെയ്തിട്ടില്ല, ഉഭയസമ്മതപ്രകാരമാണ് ഇതൊക്കെ നടന്നത്, അതുകൊണ്ട് അതിൻ്റെ ആ കാര്യത്തിൽ ഞാൻ തെറ്റ് നിയമപരമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഗർഭധാരണത്തിന് നിർബന്ധിച്ചു കഴിഞ്ഞിട്ട് ഗർഭഛിദ്രത്തിന് അല്ലല്ല, അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന തെളിവുകളല്ലല്ലോ പുറത്തു വന്നിട്ടുള്ളത്. ഇത് ജനപ്രതിനിധിയല്ല, ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യമുണ്ട്. ഇത് ഉഭയസമ്മതം എന്നൊന്നും അല്ലല്ലോ ഇതിനെ പറയേണ്ടത്. തീർച്ചയായിട്ടും അനുജ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ അതിനോട്, അതായത് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രേവിനെസ് വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ആളുകൾ പറയുമോ? ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും ആരായാലും ശരി അത് പറയുമോ എന്നുള്ളതാണ് എന്നെ അമ്പരപ്പിക്കുന്ന കാര്യം. ഇപ്പോഴും ഒരു കൂസലും ഇല്ലാതെ ഇത് പുറത്തു വന്ന് നിമിഷങ്ങൾക്കകം മാധ്യമപ്രവർത്തകരുടെ മുമ്പിലെത്തുന്നു. മാധ്യമപ്രവർത്തകരോട് ഒരു ന്യായവാദം പറഞ്ഞ് സ്വയം ന്യായീകരിക്കുകയും എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാനിത് പറയും, ഞാൻ പോകുന്ന നിയമ സംവിധാനത്തിലൂടെ ഞാൻ നേരിടും, എനിക്കിഷ്ടമുള്ളപ്പോൾ പറയും, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ, എൻ്റെ ശബ്ദമാണോ എന്ന് ചോദിച്ചിട്ടാണോ നിങ്ങളിത് കൊടുത്തത്, എന്നിട്ടാണോ നിങ്ങളോട് ചോദിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് നമ്മൾ അമ്പരന്ന് പോവാണ്. സാധാരണഗതിയിൽ ആർക്കും ആ രീതിയിൽ പ്രതികരിക്കാൻ തോന്നില്ല ഇത്തരം ഒരു ഘട്ടത്തിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഭാഷയും ആ വാക്കുകളുടെ ഒരു പാരിഷ്യമൊക്കെ നോക്കുമ്പോൾ വളരെ നിർഭാഗ്യകരമാണ്. ഇതിനകത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ VD സതീശൻ ഇതിനകത്ത് പ്രതികരിക്കാതിരുന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കർക്കശമായ നിലപാടെടുത്തതും അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയതും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റിയതും. ഒരുപക്ഷെ MLA സ്ഥാനത്ത് നിന്നുകൂടി മാറ്റണമെന്ന് അവരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ അന്നൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ, അതൊരു പ്രശ്നമായി തീരുമോ എന്നുള്ള ഭയം കൊണ്ട് അന്ന്
മാറ്റിയിരുന്നത് മാറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ശ്രീ വി ഡി സതീശൻ്റെ നേർക്ക് ഈ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഇവിടുത്തെ ചില എന്താ പറയുക യൂട്യൂബ് ചാനലുകളും അഴിച്ചുവിട്ട നിരങ്കുശമായ ആക്രമണം നമ്മൾ കണ്ടതാണ്. ഒരു പരിധിവരെ വി ഡി സതീശൻ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല തെറ്റ് ചെയ്തത്, വി ഡി സതീശനാണ് ഈ കുറ്റം ചെയ്തതെന്ന് തോന്നുന്ന രീതിയിൽ കേരള സമൂഹത്തിൽ ഒരു വലിയ വിഭാഗത്തിന്, കോൺഗ്രസ് പാർട്ടിയിൽ നല്ലൊരു പങ്കിനെ ആ രീതിയിലേക്ക് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ താനാണ് ശരി എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആളുകളും കൂടി. ഇപ്പോൾ എന്ത് വന്നിരിക്കുന്നു? ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് സത്യമല്ലേ? അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല, അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല, ഒരാളും അദ്ദേഹത്തെ പാർട്ടിയിൽ എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പാലക്കാട് വിലസല്ലേ ചെയ്യുന്നത്? അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുക്കുന്നു, സ്ഥാനാർത്ഥികളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു, അവരെ അവതരിപ്പിക്കുന്നു, അവരെ ഷാളണിയിക്കുന്നു എന്ന് വേണ്ട. ഒരു സാധാരണ MLA ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുമോ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന കാഴ്ച കാണുന്നു. നേരത്തെ വലിയ കാഹളം മുഴക്കിയ CPM-ഉം അതുപോലെ തന്നെ BJP ഒക്കെ ഏതാണ്ട് ഇപ്പോൾ രാഹുലിൻ്റെ പാലക്കാട്ടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനമൊക്കെ അംഗീകരിച്ച മട്ടിലാണ്. പ്രതിഷേധമൊന്നും ഉണ്ടാകുന്നില്ല. ആദ്യം പേരിനൊക്കെ പ്രതിഷേധം ഉണ്ടായി, ഇപ്പോൾ പുള്ളിക്ക് ഇഷ്ടമുള്ളിടത്ത് എല്ലാം പോകുന്നു. സർക്കാർ പരിപാടികളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു. അതേക്കുറിച്ച് അവിടുത്തെ ഒരു മന്ത്രിയോ MLA പറഞ്ഞത്, എങ്ങനെയാണ് ഇറക്കി വിടാൻ പറ്റുക? പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹം MLA അല്ലേ? ഇതാണ് അവർ പോലും ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ രാഹുലിൻ്റെ ജനപ്രീതിയോ അല്ലെങ്കിൽ കിട്ടുന്ന അംഗീകാരം കണ്ട് പകച്ചു പോയോന്ന് എനിക്ക് സംശയം. ഏതായാലും ഇന്നത്തത് വളരെ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പോ നിങ്ങളുടെ പാർട്ടി തുടക്കത്തിലൊക്കെ ഈ കാര്യത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചതാണ്. പാലക്കാട് ജില്ലയിൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രതിഷേധമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ജനസമ്മിതിയിൽ അമ്പരന്ന് പോയോ നിങ്ങൾ? പിന്നീട് പ്രതിഷേധമൊന്നും കാര്യമായി കണ്ടില്ല. അദ്ദേഹം വളരെ സജീവമായി പാലക്കാട് മണ്ഡലത്തിലുണ്ട് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു നോമിനേഷൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായതും അത് വൈറലായി മാറിയതും ഒക്കെ ആ വീഡിയോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടൽ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ തന്നെയുണ്ട്. ഇന്നും പ്രതികരിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രതിഷേധം എന്നൊക്കെ പറയുന്നത് എവിടെ പോയി? തുടക്കത്തിൽ പ്രതിഷേധമുണ്ടായി, ഇന്നതാ ഇത്രയും ഗുരുതരമായ തെളിവുകൾ വന്നപ്പോൾ ഇന്നും നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. താങ്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. നിങ്ങളുമൊക്കെ പകച്ചു പോയോ അദ്ദേഹത്തിൻ്റെ ജനസമിതി ഇപ്പോഴും കണ്ടിട്ട്? ഇവിടെ ഒന്നാമതായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരു തിരുത്തുണ്ട്. പാലക്കാട് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് രാഹുലിനെ ഈ വിഷയത്തിൽ BJP പറഞ്ഞിട്ടില്ല. രാഹുലിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നാണ് BJP പറഞ്ഞിട്ടുള്ളത്. ആ വാക്കിൽ നിന്നോ ആ സ്റ്റാൻഡിൽ നിന്നോ പാർട്ടി ഇതുവരെയായി സിംഗിൾ സ്റ്റെപ്പ് പോലും പുറകിലോട്ട് പോയിട്ടില്ല. രാഹുലിനെതിരെ പാലക്കാട് ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള ഒരേ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് ഇന്നത്തേത് ഉൾപ്പെടെ. 2, ഇവിടെ നയം വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ്സാണ്. ഒരു സമയത്ത് അവർ പറയുന്നു രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു. അതേ കോൺഗ്രസ്സുകാർ തന്നെയാണ് അവരുടെ വേദികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പോലും പാലക്കാടിൻ്റെ MLA പങ്കെടുക്കുന്നു. നിരവധിയായ കോൺഗ്രസ് കൗൺസിലർമാരുടെ വാർഡുകളിലെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നു. ഇവിടെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് എന്താണ് കോൺഗ്രസിന് പറയാനായിട്ടുള്ളത്? ഒരു വശത്ത് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു. രാഹുലിനെ പോലുള്ള ഒരാളെ പാർട്ടിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് പാർട്ടി പരിപാടികളിലോ പാർട്ടി ഓഫീസിലോ കയറ്റാൻ കൊള്ളില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് അവർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നു. അതേ സമയത്ത് തന്നെ കേൾക്കാമോ? പറഞ്ഞോളൂ കേൾക്കാം. അതേ സമയത്ത് തന്നെ അവർ രാഹുലിനെ നിരന്തരമായി പാർട്ടി വേദികളിൽ പങ്കെടുപ്പിക്കുന്നു. ഇവിടെ ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. അതേ കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നു, അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നു, അവരുടെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു. ഇവിടെ നാളിത്രയായി ഇതുവരെയായി അദ്ദേഹത്തോടും കോൺഗ്രസ് നേതാക്കന്മാരോടും ആവർത്തിച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ പുറത്തു വന്ന ശബ്ദരേഖ 3 മാസങ്ങൾക്ക് മുൻപ് വന്നതാണെങ്കിലും ഇന്നത്തേതാണെങ്കിലും ഈ പുറത്തു വന്ന ശബ്ദരേഖ തൻ്റേതല്ല എന്ന് പറയുവാൻ രാഹുൽ തയ്യാറായിട്ടുണ്ടോ? 2, രാഹുലിൻ്റേതല്ലാത്ത ശബ്ദരേഖയാണ് അത് എങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് രാഹുൽ പോകുന്നില്ല? 3, കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്തിനാണ്?
അദ്ദേഹം ഇത്തരത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാർക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്? അപ്പോൾ ഇവരാരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഒരേ സമയത്ത് ഇവിടുത്തെ ജനങ്ങളെയും ഇന്നാട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അമ്മ പെങ്ങന്മാർ ഉൾപ്പെടെയുള്ള സഹോദരിമാരെയും അല്ല, അത് തന്നെയാണ് എന്റെ ചോദ്യം. ശ്രീ പ്രശാന്ത് ശിവൻ, അത് തന്നെയാണ് ചോദ്യം. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിലെത്തി, അദ്ദേഹം അവിടെ പ്രചാരണങ്ങൾ നയിക്കുന്നു, കൂടാതെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നു. MLA എന്ന നിലയിൽ ഭവന പദ്ധതി ഉദ്ഘാടനം, അതിൽ താരങ്ങളെ കൊണ്ടുവരുന്നു, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ. അദ്ദേഹം എന്തൊക്കെയാണ് മണ്ഡലത്തിൽ താൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെയായി ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന, അത് തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നിട്ടുള്ള, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധി പാലക്കാട് ജില്ലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന ചോദ്യം ഞാൻ ചോദിച്ചത് അവിടെയുമാണ് പ്രശാന്ത്. അല്ല, അവിടെയാണ് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തുന്നു. വീടുകൾ കയറി ഇറങ്ങി രാഹുലിനെതിരെയുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള ലഘുലേഖകൾ ഞങ്ങൾ വിതരണം ചെയ്യുന്നു. ഇവിടെ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടത്, കേസെടുക്കേണ്ടത് ഇവിടുത്തെ കേരള പോലീസല്ലേ? എന്തുകൊണ്ട് സ്വമേധയാ കേസെടുക്കുന്നില്ല? അതിന് മറുപടി പറയേണ്ടത് ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണ്. ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട്, ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ജനാധിപത്യപരമായ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. തുടർച്ചയായ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ അല്ല, തുടർച്ചയായ സമരങ്ങൾ നടക്കുന്നുണ്ട്. വീട് കയറിയുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ പാർട്ടി ജനങ്ങളെ ഈ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് BJPയുടെ പ്രവർത്തകന്മാർ വീട് വീടാന്തരം കയറി പ്രചരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് കൂടി. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ താങ്കളിലേക്ക് എത്താം. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൂടെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. ശരി, രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ തരംഗമാണ്, അദ്ദേഹം ഭാവിയുടെ വാഗ്ദാനമാണ് എന്നൊക്കെ താങ്കൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ വളരെ കോയിൻസിഡൻസ് എന്ന് തന്നെ പറയാം കാണാനിടയായി. ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഞാനത് കണ്ടത്. ഇന്നലെയോ മറ്റോ താങ്കൾ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുകയാണോ ഇന്നത്തെ ഈ തെളിവുകൾ പുറത്തു വരുമ്പോഴും? അനുജാജി, 3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലറും ജനപ്രീതിയുള്ള MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. 2, അതിന് കാരണം എന്താ അറിയാമോ? നിങ്ങൾ മാധ്യമങ്ങളും അകാരണമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്രമിക്കുന്ന സ്വന്തം പാർട്ടിയിലെയും എതിർ പാർട്ടിയിലെയും രാഷ്ട്രീയക്കാരും. ഞാനും രാഹുലും എന്നും 2 ഭാഗത്തായി തല്ലുകൂടി നിന്നിട്ടുള്ളവരാണ്. പുള്ളി നെഹ്റുവിയനാണ്, ഞാൻ ഗാന്ധിയനാണ്. പക്ഷേ അതൊക്കെ പോട്ടെ, നെഹ്റുവിയൻ ഗാന്ധിയൻ തുടങ്ങിയ തത്വങ്ങളെ കുറിച്ച് അല്ല രാഹുൽ ഈശ്വർ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് രാഹുൽ ഈശ്വർ? അനുജാജി, എന്തിനെ കുറിച്ചാ പറയുന്നത് എനിക്കറിയാലോ. അപ്പൊ എനിക്ക് പറയാൻ ബാക്കിയുള്ളവർക്ക് കൊടുത്തതിന് പകുതി സമയമെങ്കിലും കൊടുക്കുക. എന്തുകൊണ്ടാ രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗമാവുന്നതെന്ന് അറിയാമോ? അന്യായത്തിനെതിരെ കേരള ജനതയുടെ പ്രതിരോധമാണ്. VD സതീശൻ എന്ന് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കേരളം കടലിരുമ്പുന്നത് പോലെ വന്നാലും ഞാൻ എന്റെ നിലപാട് മാറ്റില്ലെന്ന്. അപ്പൊ അതിലൊരു ധ്വനിയുണ്ട്. കേരളം കടലിരുമ്പുന്നത് പോലെ വന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവല്ല, അനീതിക്കെതിരെ കേരള ജനത പ്രതികരിച്ചതാണ്. ഒരു പരാതി പോലുമില്ലാതെ യുവാവായ ഒരു MLA വേട്ടയാടുന്ന മാധ്യമങ്ങളും എല്ലാ പാർട്ടികളും മുഖ്യമന്ത്രിയും പോലീസുകാരും നിന്നപ്പോ കേരള ജനതയുടെ പ്രതിരോധമാണ് നമ്മൾ കണ്ടത്. രാഹുൽ മിണ്ടിയില്ലല്ലോ ഒരാഴ്ച. ഇനി രാഹുലിനെ MLA കേരള ജനതയുടെ എന്ത് പ്രതിരോധം എന്നാണ് താങ്കൾ പറയുന്നത് രാഹുൽ ഈശ്വർ? ഞാൻ ഒരു പ്രതിരോധവും കണ്ടില്ല, ഞാൻ ഒരു കേരള ജനതയെയും കണ്ടില്ല. കണ്ടു എന്ന് അനുജാജിയുടെ വാക്കുകൾ വെച്ച് പറയാം. ഇപ്പൊ അനുജാജി നേരത്തെ ചോദിച്ചല്ലോ, രാഹുലിന്റെ ജനപ്രീതിയിൽ നിങ്ങൾ അന്തം വിട്ടിരിക്കുകയാണല്ലോ എന്ന്. ആ ജനപ്രീതി രാഹുലിന്റെ പ്രതിരോധമാണ്. എനിക്ക് രാഹുലിന്റെ നയങ്ങളോടൊന്നും യോജിപ്പില്ല. ഇനി അറിഞ്ഞിരിക്കാൻ പറയുക, ഞാൻ കൊണ്ടുവന്ന മെൻസ് കമ്മീഷൻ തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും 100 വിഷയങ്ങൾ അടികൂടി നിൽക്കുന്നവരാണ്. ഞങ്ങൾ സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന മെൻസ് കമ്മീഷൻ തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇന്നും ഇന്നലെയും നാളെയും രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് എതിർപ്പേ ഉള്ളൂ. പക്ഷേ ഒരു പാവൻ ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കേരള ജനത പ്രതിരോധിച്ചതാണ്. ആ പ്രതിരോധമാണ് കോൺഗ്രസിനെ അടക്കം MLA സ്ഥാനത്ത് നിന്ന് രാജി വെപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്.
രണ്ട്, VD സതീശൻ ജി പറഞ്ഞതുപോലെ കടലിരമ്പി വരുന്ന കേരളം ഉണ്ടായതിന്റെ കാരണം എന്താ അറിയാവോ? ഞങ്ങൾ വരിയാഹാരം കഴിച്ചാണ് ജീവിക്കുന്നത്. പൊതുജനം കഴുതയല്ല എന്ന നിങ്ങളുടെ പരിപാടി പോലെ ഞങ്ങളാരും കഴുതകളൊന്നും അല്ലല്ലോ. നമ്മൾ വരിയാഹാരം കഴിച്ച് ജീവിക്കുന്നതല്ലേ. എന്താ സംഭവം നമുക്ക് അറിഞ്ഞൂടെ? ഒരു പരാതി പോലും ഇല്ലാതെ വേട്ടയാടുന്നതിന്റെ പിന്നിലെ സത്യം എന്താണ്? രണ്ട്, അത് ശരി. അപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള തെളിവുകളെയൊക്കെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിക്കൊണ്ട് മുന്നിട്ട് നിൽക്കണം. വരികൾ വെച്ച് പറയാം, കൃത്യമായി വരികൾ വെച്ച് പറയാം. ജോർജ് വലിയ ബഹുമാനമാണ്. നേരത്തെ പറയുന്നത് കേട്ടു, ഒരു സ്ഥാനത്തിരുന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്ന്. സാറേ, സ്ഥാനത്തിരുന്ന് ഗർഭധാരണം ചെയ്യണമെന്നല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു. അവർ തമ്മിൽ ഇഷ്ടവും ബന്ധവും ഒരു കുടുംബവും പ്ലാൻ ചെയ്യുകയായിരുന്നു. നമ്മൾ ആണുങ്ങളായതുകൊണ്ട് നമുക്കറിയാം, ഒരു പെണ്ണിനോട് സെക്സും ലൈംഗികതയും മാത്രമാണ് താല്പര്യങ്ങൾ. കുഞ്ഞു വേണമെന്ന് അവർ തമ്മിൽ പ്രണയമോ ഇഷ്ടമോ ബന്ധമായിരുന്നു. പിന്നീട് അവർ തമ്മിൽ ഉടക്കി മാറി പിരിഞ്ഞു. യഥാർത്ഥത്തിൽ ഏതൊരു കുടുംബത്തിലും ബന്ധത്തിലും സംഭവിക്കുന്ന ബന്ധം കുടുംബഛിദ്രം അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രേക്കപ്പ് ഉണ്ടായി. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ വിഷമത്തെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെ നാട്ടുകാർക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നിടത്ത് എല്ലായിടേക്കും ജനങ്ങൾ വരുന്നതും സപ്പോർട്ട് വരുന്നതും? നേരത്തെ അനുജാജി പറഞ്ഞ ജനപ്രീതി ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞത് ജനപ്രീതി എന്ന് പറഞ്ഞത് എന്റെ അഭിപ്രായമേ അല്ല. ഈ ജോർജ് പൊടിപ്പാറ സർ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന സോക്കോൾഡ് ജനപ്രീതി കണ്ട് നിങ്ങളൊക്കെ പകച്ചു പോയോ എന്നല്ലാതെ അദ്ദേഹത്തിന് ജനപ്രീതി ഉണ്ടെന്ന് ഞാൻ പറയില്ല. മാത്രമല്ല, അദ്ദേഹം വളർന്നു വരുന്ന വാഗ്ദാനമാണ് എന്നൊക്കെ പറയുന്ന വീഡിയോ ഇട്ടത് താങ്കളാണ്. അപ്പോൾ എന്റെ ചോദ്യം അതാണ്, താങ്കൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണോ രാഹുൽ ഈശ്വർ? 100% രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രോഗ്രസീവ് ലെഫ്റ്റ് നയങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, CPM-ലെ മുകേഷ് ഏട്ടനാകട്ടെ, ശ്രീ സുരേഷ് ഗോപിയെ അന്യായമായി ആക്രമിച്ചാകട്ടെ, എന്തിന് പാലക്കാട് BJP-യിലെ കൃഷ്ണകുമാർജി ആകട്ടെ, നമ്മൾ പുരുഷന്മാർ പൊതുരംഗത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോ ഏതെങ്കിലും പെണ്ണ് കേസ് കൊണ്ടുവന്ന് നമ്മളെ നശിപ്പിക്കണമെന്ന സന്ദേശത്തിലെ ശങ്കരാടിയിൽ നിന്ന് നമ്മൾ മലയാളികൾ ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല. 25-35 വർഷം. അപ്പോൾ ഇന്ന് വന്ന ആ ഓഡിയോ എന്താണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഇതിനു മുൻപ് ഏതാണ്ട് ഒരു 3 മാസം മുൻപാണ് ഇത്തരത്തിൽ ആദ്യമായി ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടത്, പുറം ലോകം അറിഞ്ഞത്. അതിനുശേഷം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് കുറച്ചുകൂടി ഗൗരവത്തിലുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ബോധ്യം അങ്ങനെയാണ്. അതേക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് വെറും വേട്ടയാടലാണ് എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് രാഹുൽ ഈശ്വർ? രണ്ട് വരി പറഞ്ഞോട്ടെ. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും കേട്ടോണ്ടിരിക്കുന്ന പുരുഷന്മാരും ഓർക്കണം, നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജാതി അകലത്തിൽ മാത്രമാണ്. നമ്മളെ കൊടുക്കാൻ ഏതെങ്കിലും ഇതേപോലെ വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവരും. രണ്ട്, ഇന്ന് വന്നത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊരു കുഞ്ഞിനെ വേണമെന്നൊരു സ്ത്രീയോട് പറയുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അതിനടുത്ത് കുറെ കാലം കഴിഞ്ഞ് ഈ അവരുടെ ബ്രേക്കപ്പിന്റെ സാധനം അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ അബോർട്ട് ചെയ്യാൻ കോൺവെർസേഷൻ വരുന്നു. അവർ തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധവും ഇഷ്ടവും ഉണ്ടായിരുന്നു. കപ്പിൾസിന്റെ ഇടയിൽ ബ്രേക്കപ്പ് സംഭവിക്കില്ലേ? ഈ ഇരിക്കുന്നവരെല്ലാരും ജീവിതത്തിൽ ബ്രേക്കപ്പോ ഡിവോഴ്സോ അല്ലെങ്കിൽ കുടുംബ തകർച്ചയോ ഒന്നും കാണാത്തവരാണോ? അപ്പോ എന്താണ് രാഹുൽ ഈശ്വർ? എടുത്തുകൊണ്ട് കഷ്ടമാണ്. ഇതൊരു ബ്രേക്കപ്പ് എന്നൊക്കെയുള്ള തരത്തിലേക്ക് താങ്കൾക്ക് ലഘൂകരിച്ചുകൊണ്ട് എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് ഗർഭധാരണത്തിന് ഇതൊക്കെ പുറമെ ഇങ്ങനെ കൂടുതൽ ആവർത്തിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ താങ്കൾ ദയവേത് കേൾക്കൂ, ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വ്യക്തിപരമായി. പക്ഷേ താങ്കൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ ഒറ്റ തവണ, ഇനി ഞാനിത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരൊറ്റ തവണ ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയോട്, അതും ഒരാളാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്, എത്രയോ പേർ ഇതിനോടകം തന്നെ മീഡിയയ്ക്ക് മുന്നിലൊക്കെ വന്ന് അതെല്ലാം താങ്കൾക്ക് വേണമെങ്കിൽ വെറും വേട്ടയാടൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. പക്ഷെ ഇവിടെ ഇഷ്ടമുള്ള പെൺകുട്ടിയോട് ഗർഭം ധരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ആ പെൺകുട്ടി ഗർഭം ധരിച്ച് വളരെ ക്ഷീണിതയായി ആ പെൺകുട്ടി കേണപേക്ഷിക്കുകയാണ്. നിങ്ങൾ അപ്പോൾ പറയുകയാണ് നിങ്ങൾ അതിനെ കൊന്നുകളയുമെന്ന്. ഇതാണോ ഒരു ഇഷ്ടം എന്നൊക്കെ താങ്കൾ പറയുന്നത്? ഇതാണോ താങ്കൾ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് അതിനെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് രാഹുൽ ഈശ്വർ? എനിക്കൊരു 10 സെക്കൻഡ് തരണം. ഞാൻ ബാംഗ്ലൂരിലെ എയർപോർട്ടിലോട് പൊക്കോണ്ടിരിക്കുക, അതുകൊണ്ടാ ചിലപ്പം ചെറിയ ഗ്യാപ്പ്. എനിക്കൊരു 10 സെക്കൻഡ് തരണം. ഞാൻ കെട്ടി 2 കുട്ടിയുള്ളവനാ. എനിക്ക് വൈഫും ഞാനും പ്രഗ്നൻസിയും ഇതൊക്കെ കണ്ടിട്ട് തന്നെ വന്നവരാ. നീ ഗർഭധാരണം അങ്ങനെയാണോ ഇത്? പറഞ്ഞോട്ടെ മാഡം, നമുക്കൊരു കുഞ്ഞ് വേണമെന്നല്ലേ പറയുന്നത്? ഒരാണ് പെണ്ണിനോട്, ഒരു ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറയുന്നത് പോലെയാണോ ഇത് രാഹുൽ ഈശ്വർ? മാഡത്തിന് ഇത് കേൾക്കുന്ന ഇഷ്ടമില്ലാത്ത എന്താ അറിയാമോ? നാട്ടുകാരെ ഗർഭം എന്ന വാക്ക് വെച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഞ്ഞ് വേണമെന്നൊരു സ്ത്രീയോട് പറയുന്നതിന്റെ അർത്ഥം ആ സ്ത്രീയോട് അവന് ബന്ധമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. സെക്സ് വേണമെന്നല്ല, ലൈംഗികത വേണമെന്നല്ല, വൺ നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നല്ല.
അവർ ഇത് ഒരാളോടാണോ രാഹുൽ ഈശ്വർ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളോടാണോ പറഞ്ഞത്? വേറെ ആരോടാ പറഞ്ഞേ? ഈ 10 പരാതികളിൽ 5 പരാതി രാഹുലിന് അനുകൂലമാണെന്ന് അറിയാമോ? നിങ്ങൾ ഓരോ മലയാളികളും അറിഞ്ഞിരിക്കണം. ഈ 10 പരാതികൾ രാഹുലിനെതിരെ വന്നു എന്ന് മീഡിയക്കാർ പറയുന്നില്ലേ? ആ 10ന്റെ FIR എന്റെ ഇരിപ്പുണ്ട്. അതിൽ 5 പരാതികൾ രാഹുലിനെ അപകീർത്തിപ്പെടുത്തുന്നു, അതിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞതാണ്. എത്ര മീഡിയ ഈ സത്യം പറഞ്ഞിട്ടുണ്ട്? 2, രാഹുലിനെതിരെ തേർഡ് പാർട്ടി പരാതികളല്ലേ വന്നത്? ബാക്കിയുള്ളവന്റെ ഗർഭത്തിന് തേർഡ് പാർട്ടി പരാതി കൊടുക്കാൻ ഈ നാട്ടിൽ എന്താ ഭ്രാന്താണോ? യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടുകാരെ പറ്റിക്കാനും വികസനമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ശങ്കരാടി ലോജിക്കാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് എത്രയോ നല്ല കാര്യങ്ങളിൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാം. വികസനം, റോഡ്, തോട് തുടങ്ങിയ കാര്യങ്ങളിൽ ഡെവലപ്മെന്റ്, എത്രയോ പ്രോജക്ട്സിന്റെ കാര്യത്തിൽ സംസാരിക്കാം. ഇതിപ്പോ ഷാഫി പറമ്പിലിനെ അപമാനിക്കുന്നത് എങ്ങനെയാ? ബാംഗ്ലൂരിലേക്ക് ഷാഫി ആളെ വിളിക്കുമെന്ന് അതെങ്ങനെ അറിയാം ഇവർക്ക്? ഈ ഞാനൊരൊറ്റ ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ. താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഇപ്പോൾ നിയമവിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. ഈ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് നിയമപരമായി ചെയ്യാവുന്ന കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്, താങ്കൾക്ക് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാം, അത് ഏത് തരത്തിൽ കുറ്റകരമാണ് എന്നുള്ളത്. മറ്റൊന്ന്, ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നിങ്ങൾ എന്തർത്ഥത്തിലാണിത് പറയുന്നത്? ശരി, മാധ്യമങ്ങൾ ഇതിൽ തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമപരമായി ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തിന് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല? രാഹുൽ ഈശ്വർ, ഇതിന് 3 മാസം മുൻപും അദ്ദേഹം മാധ്യമങ്ങളെ പഴിക്കുന്നു, ഇന്നും മാധ്യമങ്ങളെ പഴിക്കുകയാണ്. ഒരു ചുവട് പോലും അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഒരു വരി തിരിച്ചു ചോദിച്ചോട്ടെ. ഈ നാട്ടിലെ എനിക്കൊക്കെ ബഹുമാനമുള്ള സർവശക്തനായ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള കോൺഗ്രസുകാർ തെള്ളി പറഞ്ഞിട്ട് BJPയും കോൺഗ്രസും CPMഉം എല്ലാ മാധ്യമങ്ങളും എതിര് നിന്നിട്ടും രാഹുലിനെതിരെയുള്ള അന്വേഷണത്തിൽ 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ കേരള സർക്കാരിന് കഴിഞ്ഞോ? ഇല്ലാത്ത എന്തുകൊണ്ടാണ് അറിയാമോ? അവരുടെ കയ്യിൽ സത്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തൊക്കെ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്തു? എന്തെങ്കിലും ക്ലച്ച് പിടിച്ചോ? അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയെങ്കിലും ഉണ്ടോ? ആ റിനി എന്ന് പറയുന്ന കള്ളം പറയുന്ന പെൺകുട്ടി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരാതി കൊടുത്തിട്ട് അവസാനം റിനിയെ സാക്ഷിയാക്കി. പരാതി ഇല്ലാതെ താങ്കൾ ഒരു കാര്യം ഇതിൽ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. താങ്കൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമില്ല. പക്ഷെ താങ്കൾ അത് ഈ തരത്തിലേക്ക് അതിനെ വളച്ചൊടിച്ച് പറയുകയാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെ വലിയ ട്രോമയിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടി ഒരു പരാതിയുമായി മുന്നോട്ട് വരിക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം വിഷമമേറിയ ഒരു ഘട്ടമാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തേക്കായിരിക്കും ആ പെൺകുട്ടി കടന്നു പോകുന്നൊരു മാനസികാവസ്ഥ. അപ്പോൾ ഒരു പരാതി എന്ന തരത്തിലേക്ക് വീണ്ടും ആ നടപടികൾക്ക് മുന്നിൽ നിന്ന് കൊടുക്കാനൊക്കെ ആ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാകാം ഈ പരാതിയിലേക്കൊക്കെ പോകാത്തത് എന്ന് തന്നെയാണ് ഞാൻ അതിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു സ്റ്റോപ്പ് അവിടെ വരുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആ പെൺകുട്ടി ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് പോവുകയാണ്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ VK സനോജ്, കോടതികളില്ലേ, അവര് തടഞ്ഞോളും ഇത്തരം അന്യായമായ വേട്ടയാടൽ. കോടതിയിലേക്ക് എടുക്കട്ടെ, കോടതി ചവറ്റുകുട്ടയിലോട്ട് എറിയും ആ ചാർജ് ഷീറ്റ്. കാര്യം ഈ നാട്ടിൽ കോടതികളുണ്ട്, ഈ നാട്ടിൽ പ്രൊപ്പഗാൻഡയിൽ വീഴാത്ത മനുഷ്യരുണ്ട് എന്ന് മറക്കരുത്. കോടതികളും ശ്രീ VK സനോജ്, ഇപ്പോഴും ഇതൊരു പ്രൊപ്പഗാൻഡയാണ് എന്ന് പറയുന്ന ആളുകൾ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് മാത്രമാണ് രാഹുൽ ഈശ്വർ. ഇത് വെറുതെ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ ഈ വിഷയത്തിൽ സൈബർ അണികളിൽ നിന്നൊക്കെ, അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ്, നേരത്തെ ശ്രീ ജോർജ് പൊടിപ്പാറ ചൂണ്ടിക്കാട്ടിയതുപോലെ എങ്ങനെയാണ് സൈബർ അണികളിൽ നിന്ന്, അത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ വന്ന അറ്റാക്ക് എത്രത്തോളം വലുതാണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ശ്രീ VK സനോജ്, ഞാൻ പറയാം. ഈ രാഹുൽ ഈശ്വർ നിങ്ങൾ ചർച്ചയിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഇപ്പം മാത്രമല്ല. രാഹുൽ ഈശ്വർ ഇത്തരം വിഷയങ്ങളെല്ലാം സ്വീകരിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. രാഹുൽ ഈശ്വറിന് അടുപ്പമുള്ള സ്ത്രീകൾ ഇത് വിശ്വസിക്കുമോ? ഈ പറയുന്ന കാര്യങ്ങൾ ഈ പാവപ്പെട്ട ഒരു പെൺകുട്ടി മാത്രമാണോ? നിങ്ങളുടെ ഈ 24 ചാനലിൽ തന്നെ നേരത്തെ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ സംഭാഷണം നിങ്ങൾ പുറത്തുവിട്ടല്ലോ, അത് വേറെ കുട്ടിയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണം വേറൊരു ആളായിരുന്നു. ഇങ്ങനെ നിരവധി പരാതികൾ ഇവിടെയുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം വളരെ കൃത്യമായി വന്നല്ലോ. എന്തൊക്കെയാണ് പറയുന്നത്? നേരത്തെ വന്ന ശബ്ദ സന്ദേശം എന്താ പറഞ്ഞത്? എനിക്ക് നിന്നെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു MLA, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു.
അങ്ങനെയാണെങ്കിൽ പിന്നെ രാഹുൽ ഈശ്വർ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുകയാണല്ലോ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വ്യാപകമായി വിവിധ ചാനലുകൾ ഈ നിലയിൽ അപകീർത്തികരമായ സന്ദേശങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു, രാഹുൽ ഈശ്വറിൻ്റെ ഫോട്ടോ ഉപയോഗിക്കുന്നു എന്ന് വെച്ച് നിങ്ങളൊരു കേസ് കൊടുക്ക്. നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ രാഹുൽ ഈശ്വറോ രാഹുൽ മാങ്കൂട്ടമോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളും കോൺഗ്രസിൻ്റെ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ശബ്ദ സന്ദേശം രാഹുലിൻ്റെതെല്ലാം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു നിയമ നടപടിക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ വന്നിരുന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനോട് പരമപുച്ഛം എന്നല്ലാതെ അതിനൊന്നും നമ്മൾ മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയല്ലാതെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞ് ഇപ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അത് ഇതിനു മുൻപ് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് താങ്കൾക്ക് അത് വിശദമായി തന്നെ മറുപടി പറയാൻ അവസരം തരാം. അതായത് നേരത്തെ നമ്മൾ കേട്ടതാണ്, ഇതിൽ പരാതി എവിടെയാണ്? ഒരു പരാതി പോലും ഇല്ലാതെ നമ്മൾ നടപടിയെടുത്തതാണ്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതല്ലേ എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ ചോദിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അതിപ്പോഴും ആവർത്തിക്കുകയാണ്. എവിടെയാണ് പരാതിക്കാരി? എവിടെയാണ്? എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഈ ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് പല കോണുകളിൽ നിന്നും, കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും. അതെ, രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. ആ ചോദ്യമാണ് ഇവിടെ ഈ രാഹുൽ ഈശ്വറൊക്കെ ആവർത്തിക്കുന്നത്. പക്ഷേ VD സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമുണ്ട്, എനിക്ക് സ്വയം ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോൺഗ്രസിലെ കേരളത്തിലെ ഉന്നതരായ നേതൃത്വം ഒന്നിച്ചിരുന്ന് എടുത്ത തീരുമാനമാണ്. എന്തേ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം? നിങ്ങൾ ജനങ്ങളോട് പറയും, എന്താ ബോധ്യപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പിന്നെ കുറച്ച് മാധ്യമങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ആളുകളെല്ലാം രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ വഴിയിൽ കൂടി വേട്ടയാടുമ്പോൾ അയാൾക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കില്ല വേണ്ടത്. അപ്പോൾ സംരക്ഷണം കൊടുക്കാൻ കഴിയില്ലെന്നും ഞങ്ങൾക്ക് കേരളത്തിലെ നേതൃത്വത്തിന് ആ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഉമാ തോമസിനെ പോലെയുള്ള UDFൻ്റെ ഭാഗത്ത് നിൽക്കുന്ന MLA മാർ, വനിതാ MLA മാർ പറഞ്ഞിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ ഭാര്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നീട് അവർക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോൾ കോൺഗ്രസിലെ മഹിളാ നേതാക്കൾക്കും കോൺഗ്രസിലെ ഒരുപറ്റം നേതാക്കന്മാർക്കും ബോധ്യപ്പെട്ട കാര്യത്തെ എങ്ങനെയാണ് ഈ തരത്തിൽ വിളച്ച് ഒടിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് ആരാ ഇവരെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ നോക്കിയ പാലക്കാട് സ്വീകരണം കൊടുത്തില്ലേ? ലീഗിൻ്റെ വേദിയിൽ ഇയാൾ രാഷ്ട്രീയ പ്രസംഗം നടത്തിയില്ലേ? കഴിഞ്ഞ ദിവസം നോമിനേഷൻ പിൻവലിക്കലുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇയാളാണല്ലോ കോൺഗ്രസിന് വേണ്ടി പ്രധാനമായിട്ടും ഹാജരാകുന്നത്. അവിടെ പല പഞ്ചായത്തിലും സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്, സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിച്ചത് എല്ലാം ഇയാളാണല്ലോ. അപ്പോൾ കോൺഗ്രസിലെ ഒരു പറ്റം നേതൃത്വം, അത് ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഇയാളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് VD സതീശനുണ്ടായ അനുഭവം എന്താണ്? VD സതീശനെ ഇവരുടെ ടീം വിശേഷിപ്പിച്ചത് ചതീശൻ എന്നാണ്. കേയ്ക്കച്ചൻ എന്ന് വിളിച്ചില്ലേ? ആരാ വിളിച്ചത്? കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകളിൽ നിന്നല്ലേ? അപ്പോൾ വ്യാപകമായിട്ട് സൈബർ അറ്റാക്ക് VD സതീശനെതിരായിട്ട് ഉൾപ്പെടെ നടത്തിയ സംഘമാണിവർ. അപ്പോൾ ഈ സംഘത്തിന് നേരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ധൈര്യമുണ്ടോ എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. എന്തുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നില്ല? എല്ലാ ചാനലും വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ. എല്ലാ ചാനലും റിപ്പോർട്ട് ചെയ്തില്ലേ? ഇനി എന്താണ്? ഇനി എന്ത് തെളിവാണ് വരാൻ ബാക്കി? പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം എന്തുകൊണ്ട് ഇരകൾ വരുന്നില്ല എന്നാണ്. ഇരകളൊക്കെ വരും. ഇരകളെ ഇപ്പോൾ ഭയപ്പെടുത്തിയിട്ട് നിശബ്ദരാക്കിയിരിക്കുകയാണ്. എല്ലാ കാലത്തും അങ്ങനെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ വേണ്ടി കഴിയില്ല. ഇരകൾ വരും. ഇപ്പോൾ ആ പെൺകുട്ടി എത്ര ദൈന്യതയോട് കൂടിയിട്ടാണ് സമൂഹത്തിന് മുമ്പിൽ ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. ഇതൊന്നും അവരറിയാതെ അങ്ങ് പുറത്തു പോകുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് വരും. ഇപ്പോൾ ഭീഷണിക്ക് മുമ്പിൽ ചിലപ്പോൾ ഭയന്നിട്ടുണ്ടാവാം, പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കേരളീയ സമൂഹം കൊടുക്കേണ്ടതുണ്ട്. കേരളീയ സമൂഹം കൊടുക്കുന്നുണ്ട്. ശക്തമായ നിലയിൽ DYFI ഉൾപ്പെടെ സംഘടനകൾ ഈ ഇരകളുടെ പക്ഷത്ത് നിൽക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമപരമായ സാമൂഹ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ജീർണിച്ച രാഷ്ട്രീയ മുഖമാണ് ഇവിടെ അനാവൃതമായിട്ടുള്ളത്. ശരി, ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആരും ഉണ്ടാകില്ല എന്നവർ അറിയിച്ചതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ എന്താണ് അവർക്ക് പറയാനുള്ളത് പുതുതായി എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉന്നയിച്ച വാദഗതി താങ്കൾ കേട്ടല്ലോ. ഇത് ഒരാൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നവർ മറ്റുള്ളവരുമുണ്ട് എന്ന് നമ്മൾ ഇതിനു മുൻപ് തന്നെ കേട്ടറിഞ്ഞതുമാണ്. ഇവിടെ ഇന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായിരുന്നു, താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, നിരപരാധിത്വം തെളിയിക്കും, അത് മാധ്യമ കോടതിക്ക് മുന്നിലല്ല, നിയമ സംവിധാനങ്ങൾക്ക് മുൻപിൽ തന്നെ അത് തെളിയിക്കുമെന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം ആത്മവിശ്വാസം വരുന്ന എന്ത് ഘടകമാണ് നിലവിലുണ്ടാവുക? പ്രത്യേകിച്ച് ഈ
നമ്മളിതിനു മുൻപ് ഒരു മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്. ഈ പെൺകുട്ടിയുമായൊക്കെ സംസാരിച്ചു കഴിഞ്ഞവർ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇരയെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ആ ഒരു വരി അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നത്. ഇരയെ മാനേജ് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ ധൈര്യം എവിടെ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ കാര്യത്തിൽ അത്രയും ആത്മവിശ്വാസത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് ഇന്ന്. ഇവിടെ ഇതിനകത്ത് ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുന്നേയായി നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇവിടെ ആ പെൺകുട്ടിയോട് സംസാരിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? ആ പെൺകുട്ടിയോട് അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഒരു കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നുള്ളത് രാഹുൽ ഈശ്വറിന് ബോധ്യമുണ്ടോ? മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഹുൽ അത് വ്യക്തമാക്കുവാൻ തയ്യാറായിരുന്നില്ല. അതായത് രാഹുൽ ഈശ്വർ ഇപ്പൊ പറയുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പാലക്കാട് MLA വോയിസ് തന്നെയാണ് എന്നത് രാഹുൽ ഈശ്വറിന് ബോധ്യമുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം അവിടെ കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുലാണെങ്കിൽ അതേ ശബ്ദ സന്ദേശത്തിന്റെ അടുത്ത ലൈൻ നേരെ പോകുന്നത് എന്താണ്? ഇത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാൾ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതിനും സമ്മതിക്കേണ്ടതായിട്ട് വരികയാണ്. ഇവിടെ കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു അത്രമേൽ പുണ്യവാനാവുന്ന രീതിയിലാണ് ഇവിടെ വർണ്ണിച്ചത്. വളരെ ലളിതമായ രീതിയിൽ ഇതൊരു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലേക്ക് വളരെ സിമ്പിളായിട്ട് അതിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നുമുണ്ട്. ഇതേ രാഹുൽ ഈശ്വർ തന്നെയല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധിയായ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ട്രോമയിലൂടെ ഇദ്ദേഹം പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു വേട്ടക്കാരൻ ഇതാണ് ട്രോമ എങ്കിൽ അപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച ട്രോമയ്ക്ക് എന്തേ നിങ്ങൾ വില കൽപ്പിക്കാത്തത്? അതിനെ കേവലം ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള രീതിയിൽ, ഒരു വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ, ഒരു പരിഗണനയും അർഹിക്കാത്ത രീതിയിൽ അവരുടെ വികാരങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന രീതിയിലാണോ നിങ്ങളിവിടെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളത്? MLA അനുഭവിച്ചത്, രാഹുൽ അനുഭവിച്ചത് വലിയ മാനസിക സംഘർഷങ്ങളായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടികൾ അനുഭവിച്ച വേദന എത്രത്തോളമാണ്? ആ ഓഡിയോ ഈ കേരളത്തിലെ കണ്ണീർ വരാതെ ഒരാൾക്കും ഇന്നത്തെ ആ ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കില്ല. അവിടെ ആ പെൺകുട്ടി കരഞ്ഞു പറയുന്നുണ്ട്. ആ പെൺകുട്ടിയോട് അബോർഷന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി കരയുകയാണ് വേദനയോടുകൂടി. അവരുടെ കണ്ണീരിനെയാണ്, അവരുടെ വേദനകളെയാണ്, അവരുടെ ഇമോഷൻസിനെയാണ്, അവരനുഭവിച്ച മെൻ്റൽ ട്രോമയെയാണ് ഒരൊറ്റ സിംഗിൾ ലൈൻ, ബ്രേക്കപ്പ് എന്നുള്ള സിംഗിൾ ലൈനകത്ത് രാഹുൽ ഈശ്വർ ഇവിടെ അവതരിപ്പിച്ചത്. അതൊരിക്കലും അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക സംഘർഷം എന്ന് പറയുന്നത് അത് ഒരു വേദനയായി ഈ കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അത് അവശേഷിക്കുന്നുണ്ട്. അതെ, അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം പ്രശാന്ത് ശിവൻ. അതിന് രാഹുൽ ഈശ്വർ മറുപടി നൽകട്ടെ. പ്രശാന്ത് ശിവൻ, ഞാൻ ചോദിച്ചത് ഇത്രയുമൊക്കെ ആയിട്ടും വളരെ ആത്മവിശ്വാസത്തോടെ ഇന്ന് പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കണ്ടത്. ഞാൻ എല്ലാം ബോധ്യപ്പെടുത്തും എന്ന് പറയുകയാണ്, നിരപരാധിത്വം ബോധ്യപ്പെടുത്തുമെന്ന് പറയുകയാണ്. ഇത്രയുമൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് നിരപരാധിത്വം, എന്ത് നിരപരാധിത്വത്തെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്? ഇവിടെ കുഞ്ഞു വേണം എന്ന് രാഹുൽ ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ് എന്ന് നേരത്തെ രാഹുൽ ഈശ്വർ ചോദിച്ചു. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം ഫിസിക്കലി ഇത്തരത്തിൽ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇതിനകത്ത് ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുന്നതിൽ എന്ത് നിരപരാധിത്വമാണുള്ളത്? ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ പെരുമാറുന്നതിൽ എന്ത്, ഇന്ന് ഇന്ത്യൻ നിയമം അനുവദിക്കുന്നതിൽ കവിഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഏത് നിയമത്തിലെ, ഏത് ഭരണഘടനയുടെ ഏത് നിയമത്തിലാണ് അബോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് നിയമവിധേയമാക്കിയിരിക്കുന്നത്? ഇത് ബോധപൂർവം ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇപ്പം പറയുന്നുണ്ട് ഈ സമയത്ത് ഈ വിഷയം പൊന്തി വന്നതിൽ എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന്. ഈ സമയത്തല്ലല്ലോ ഈ വിഷയം പൊന്തി വരുന്നത്. കഴിഞ്ഞ 4 മാസത്തിൽ
മാസത്തിലധികമായി ഈ കേരളത്തിലെമ്പാടും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഈ വിഷയം കഴിഞ്ഞ 4 മാസത്തിലധികമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ വിഷയമല്ല ഇത്. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള ശബ്ദരേഖ പുറത്തു വന്നു എന്നതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നാവുന്നില്ല. ഏത് സമയത്ത് ഏത് വിഷയം വന്നു എന്നതല്ല, ആ വിഷയം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ വിഷയം ഇത്തരത്തിൽ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയേണ്ട സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ മാധ്യമങ്ങളുടെ കോടതിക്ക് മുൻപിലല്ല, ഇവിടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ഞാൻ ഇതെല്ലാം പറയുമെന്നെല്ലാം പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് സമമാണ്. അദ്ദേഹം അത്തരത്തിൽ ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് കുറച്ചെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ ആ പെൺകുട്ടിയോട് ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്, ഈ ശബ്ദരേഖ എൻ്റേത് തന്നെയാണ് എന്ന് സമ്മതിക്കുവാൻ അദ്ദേഹം തയ്യാറാവണം. അല്ലെങ്കിൽ ഈ ശബ്ദരേഖ എൻ്റേതല്ല, ഞാൻ ഇത്തരത്തിലുള്ള പെൺകുട്ടികളുമായി ചേർന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല, ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി ഞാൻ കൈക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇത്തരത്തിൽ നിരവധിയായ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഇതിനകത്ത് അദ്ദേഹത്തിന് ഒരിക്കലും ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വളരെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെവെന്ന് പറഞ്ഞു. അതെ, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത് എന്ന് ഒന്നോ രണ്ടോ നേതാക്കളെങ്കിലും പറയുമ്പോൾ പോലും ശ്രീ ജോർജ് പൊടിപ്പാറ, എന്റെ ചോദ്യം ഇതാണ്, ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി കൈക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്ന തരത്തിലേക്കൊക്കെ സ്ഥാനാർത്ഥികളെ പോലും പലയിടങ്ങളിലും നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. മറ്റൊന്ന്, ഈ നിയമസഭയിലേക്ക് അദ്ദേഹം എത്തുന്നു, അത് പിന്നെ സ്പീക്കർ അദ്ദേഹത്തിന് വരാം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു ചോദ്യം അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ പാർട്ടി വേദികളിൽ അദ്ദേഹം ഓരോരോ പരിപാടിയിൽ പങ്കെടുക്കുന്നു, സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന് കൃത്യമായൊരു സേ ഉണ്ട്, പ്രചാരണത്തിൽ അദ്ദേഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു നോമിനേഷനിൽ അദ്ദേഹം ഒരു ഇടപെടൽ നടത്തിയത്, അങ്ങനെയൊക്കെ വളരെ സജീവമായി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ. ഇതൊന്നും പാർട്ടി നേതൃത്വം, പ്രാദേശിക നേതൃത്വം ഒന്നും അറിയാതെയല്ലല്ലോ. അതിനിടയിൽ നടത്തിയ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളും നമുക്കറിയാം. നിയമസഭയിലൊക്കെ തടയാൻ പോയാൽ ആ പ്രതിഷേധം ഒന്നും നടപ്പാകില്ല എന്ന് പറയുന്ന MM ഹസന്റെ പ്രതികരണം. കൂടാതെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് VK ശ്രീകണ്ഠൻ ചോദിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണം നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞതാണ്. ഇതിലൊക്കെ എന്ത് തെറ്റാണുള്ളത് എന്ന്. അപ്പോൾ എന്തിനാണ് ഈ പാർട്ടി ഒരു ഘട്ടത്തിൽ പറയുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന്, മറ്റൊരു ഭാഗത്ത് അദ്ദേഹം വളരെ സ്വതന്ത്രനായി, സർവതന്ത്ര സ്വതന്ത്രനായി അദ്ദേഹം നടക്കുകയും ചെയ്യുന്നു? അപ്പോൾ ഈ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്താണ്? അനുജ, ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ദേശീയ നേതൃത്വവും അല്ലെങ്കിൽ AICC അടക്കം അറിഞ്ഞാണ് ഈ അച്ചടക്ക നടപടിയെടുത്തത്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കിയതും എൻ്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും AICC നേതൃത്വവും ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു. അതിനുശേഷം നേരത്തെ VK സനോജ് പറഞ്ഞ പോലെ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ എന്താ പറയുക, ചതീശനും അതുപോലെ തന്നെ കേക്കച്ചൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള എന്തുമാത്രം കടുത്ത സൈബർ അറ്റാക്കാണ് ഉണ്ടായത്. ഇവിടെ ഒരു ചോദ്യം, വളരെ രാഷ്ട്രീയമായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും അതിനകത്ത് ഉത്തരം പലരും പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. അതായത് അടൂർ പ്രകാശിന്റെ നിലപാട് നമ്മൾ കണ്ടു, KPCC ഇതൊക്കെ പുറത്തു വന്നൊക്കെ AI ആണ് എന്ന് പറയുന്ന UDF കൺവീനർ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ചോദിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനിടെ മറ്റൊരു ഭാഗത്ത് പറയുകയാണ് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി കൈക്കൊണ്ടിട്ടുണ്ട് എന്നും. അതെ അനുജ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, VD സതീശൻ ഒഴികെ ആരും, ഒരു പരിധി വരെ രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഒഴിച്ച് ബാക്കി ആരും ആദ്യം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല. പാർട്ടിക്കകത്ത് ഒരു പരിധി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു ചായ്വ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഒഴുക്കുണ്ടാവുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ട് അങ്ങോട്ടാണ് ചായുന്നത്. ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഇത്രയും നാൾ നമ്മൾ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും എല്ലാം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച യുവ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.
അതായത് തൃക്കാക്കര ഇലക്ഷന് ശേഷം ഈ രാഹുൽ മങ്കുടത്തിലിനെ കെട്ടിപ്പുണരുന്ന വി ഡി സതീശൻ നമ്മൾ കണ്ടു. അത് പുതുപ്പള്ളിയിലും കണ്ടു. പാലക്കാട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വവും കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്തു. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുൻനിരയിൽ ഷാഫിക്കൊപ്പം ഈ പറയുന്ന രാഹുൽ മങ്കുടത്തിലുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ വലങ്കൈയായി, തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളായി തന്നോടൊപ്പം ചേർന്ന് നിന്ന രാഹുൽ മങ്കുടത്തിലിനെ എന്തിനാണ് വി ഡി സതീശൻ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നത്? അവിടെ ഒരു യുക്തി വേണ്ടേ? അപ്പോൾ വി ഡി സതീശൻ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ രാഹുൽ മങ്കുടത്തിലിനെതിരെ ഇങ്ങനൊരു നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം എന്ന് പറയുന്നത് ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന് കൂടുതൽ പാർട്ടി പ്രതിരോധത്തിലാകുന്നത് ഒഴിവാക്കാൻ അദ്ദേഹത്തിന് ബോധ്യമായ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകൾ മുഴുവൻ പുറത്തുവിടാൻ പറ്റില്ല. അത് രാഷ്ട്രീയമായിട്ട് പാർട്ടിക്ക് ഗുണകരമാവില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകൾ മുഴുവൻ അതേപടി പൊതുമധ്യത്തിലേക്ക്, പബ്ലിക് ഡൊമൈനിലേക്ക് അദ്ദേഹത്തിന് വിടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആ പരിധിക്ക് നിർത്തി 2 കാര്യങ്ങൾ കൃത്യമായി ചെയ്തു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു. അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തു. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഇദ്ദേഹം കുറച്ചുകൂടി ഈ കാര്യത്തിൽ ചെയ്തു പോയ കാര്യങ്ങളിൽ ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ റിപ്പൻഡൻസ് പോലെയോ അങ്ങനെ പറ്റിപ്പോയി, പ്രായം, ചെറുപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിൽ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ പൊതുജന സമക്ഷം അറ്റ്ലീസ്റ്റ് ആ രീതിയിലെങ്കിലും ഒരു സമീപനം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സംഭവിച്ചതെന്താണ്? അദ്ദേഹം വളരെ സമർത്ഥമായി കരുനീക്കി തനിക്കെതിരെ നടപടിയെടുത്തവരിൽ വലിയൊരു പങ്കിനെ കൂടെ ചേർക്കുകയും അപ്പോഴും കടലിരമ്പി വന്നാലും എൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ വി ഡി സതീശനെ ഈ സമൂഹത്തിൽ ഈ പറഞ്ഞ ഈ കോൺഗ്രസ് ഹാൻഡിലുകൾ മുഴുവൻ ആക്രമിച്ച് ചാടമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ നിൽക്കട്ടെ, ഹാൻഡിലുകൾ എന്തെങ്കിലും ചെയ്യട്ടെ, പക്ഷേ ഈ മുതിർന്ന നേതാക്കൾ എങ്കിലും വി ഡി സതീശന്റെ നിലപാടിനൊപ്പം നിന്നോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? ഇപ്പോൾ രമേശ് ചെന്നിത്തല നമ്മളുടെ പരിപാടിയിൽ പറയുകയാണ് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല. അത് മുൻപും അദ്ദേഹം ആ നിലപാട് എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അതൊക്കെ വളരെ ദുർബലമായി പോയില്ലേ? ഈ മുതിർന്ന നേതാക്കളുടെ നിലപാടുകൾ വളരെ ദുർബലമായി പോയില്ലേ ശ്രീ ജോർജ് പൊടിപ്പാറ? തീർച്ചയായിട്ടും എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ വി ഡി സതീശൻ വിചാരിക്കുന്നത് ഞാൻ ഇനി പറയുന്നില്ല, മറിച്ച് മറ്റുള്ളവർ പറയട്ടെ. അവരും ഇത് ഇനി മറുപടി പറയേണ്ടത് KPCC പ്രസിഡൻ്റാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനല്ല പറയേണ്ടത്, മറിച്ച് KPCC പ്രസിഡൻ്റാണ്. ആ KPCC പ്രസിഡൻറ്റും 3 ഉപാധ്യക്ഷന്മാരും ഉണ്ടല്ലോ. ഷാഫി പറമ്പിലുണ്ട്, അതുപോലെ തന്നെ വിഷ്ണുനാഥുണ്ട്, അനിൽകുമാറുണ്ട്. ഇവരൊക്കെ പറയട്ടെ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എടുക്കേണ്ട സമയത്ത് നിലപാടെടുത്തു, കൃത്യമായ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അതിനെനിക്ക് കിട്ടിയത് എന്താണ്? ഉൾക്കിരീടമാണ്. അതാണ് ഇപ്പോഴും ഈ ഇത്രയും മണിക്കൂറുകളായി ഇന്നിപ്പോൾ ഏറ്റവും ഗൗരവത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ട് നേരത്തെയൊക്കെ മീറ്റിംഗിലാണ് എന്ന് പറഞ്ഞ ആ സമയമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും ഇപ്പോൾ ഇതാ ഇത്രയും സമയം കഴിയുമ്പോഴും ഒരു പ്രതികരണം പോലും നമ്മൾ ഒരാളുടെ ഭാഗത്തു നിന്നും കാണുന്നില്ല എന്നുള്ളതാണ്. വി ഡി സതീശന് ഒന്നും പറയാൻ ഇനി ഇല്ല ബാക്കി. അദ്ദേഹം എന്ത് പറയാനാണ്? പറഞ്ഞാൽ നാണം കെട്ടുപോകും. ഒരു പോയിന്റ് കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ അനുജ. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. രാഹുൽ ഈശ്വർ പറഞ്ഞതിനെ ഓർത്ത് എനിക്ക് സത്യത്തിൽ ദുഃഖം. ചില കാര്യങ്ങളിലെങ്കിലും രാഹുൽ ഈശ്വർ കുറെ കൂടി എന്താ പറയുക പ്രായോഗികമായി കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൊരു വ്യത്യസ്തമുണ്ട്. പണ്ട് MP നാരായണപിള്ള എഴുതിയിരുന്ന ലേഖനങ്ങൾ പോലെ ഏത് വിഷയത്തെയും വേറൊരു ആംഗിളിൽ കാണുമ്പോൾ അതിനകത്ത് യുക്തിയായാലും കുയുക്തിയായാലും എന്തെങ്കിലുമൊക്കെ അതിനകത്തുണ്ടാവും. പക്ഷേ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും പറയുന്ന താങ്കൾ ഈ നേരത്തെ പ്രശാന്ത് ശിവൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയുടെ ട്രോമയെക്കുറിച്ച്, ആ പെൺകുട്ടി കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച്, അവൾ അനുഭവിച്ച മനോവേദനയെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു പരിഗണനയും തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള നിലപാടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ ഈശ്വറും അതേ നിലപാട് തന്നെയാണോ എന്നുള്ള സംശയമാണ്. എനിക്കതിൽ വളരെ ദുഃഖവുമുണ്ട്. രാഹുൽ ഈശ്വർ ചെറിയൊരു മറുപടി. എനിക്ക് ഒറ്റ മിനിറ്റ് മതി, പക്ഷേ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യരുത്. പ്രശാന്ത്ജിക്ക് അറിയാം എനിക്ക് പ്രശാന്ത്ജി ഇഷ്ടവും ബഹുമാനവുമാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നമ്മൾ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കൂടെ നിൽക്കണം. അത് നാളെ സുരേഷ് ഗോപിച്ചേട്ടന്റെ വിഷയമാണെങ്കിലും ശ്രീ മുകേഷിന്റെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ വിഷയമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിലും ആരാണെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഭാരതീയർ ധർമ്മത്തിൽ വിശ്വസിക്കുന്നതാണ്. ഇനി ജോർജ് പൊടിപ്പാറ സാറിനും കൂടെ ഒരു മറുപടി. സാർ, രാഹുൽ ഈശ്വർ വ്യത്യസ്തനാവാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ 100% സത്യം 100% ആൾക്കാരോട് 100% പറയുന്ന വ്യക്തിയാണ്. സോഫ്റ്റായി പറയുന്നു മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാ നിലപാടും
എടുത്തു നോക്കിയാൽ മതി. ശബരിമല മുതൽ മകരവിളക്ക് മകരജ്യോതി മുതൽ ശശി തരൂർ സ്വന്തം ഭാര്യയെ കൊന്നു എന്റെ തന്നെ സുഹൃത്തുക്കളായ ദേശീയ വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞു. താങ്കൾ ഞാനൊന്ന് ഇടപെടുകയാണ് രാഹുൽ ഈശ്വർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഓഡിയോ ആണെന്നുള്ള രീതിയിലാണ് താങ്കൾ സംസാരിച്ചത്, ഒരു ബ്രേക്കപ്പ് ആയപ്പോൾ പറഞ്ഞതാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് എന്റെ ഓഡിയോ ആണെന്ന് പറയാൻ തയ്യാറാകുന്നില്ല, എന്നാൽ എന്റെ ഓഡിയോ അല്ല എന്ന് പറയാൻ തയ്യാറാകുന്നില്ല, മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിയിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. പക്ഷെ മാധ്യമങ്ങളെ എപ്പോഴും പഴിച്ചുകൊണ്ടേയിരിക്കുക അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. പിന്നെ ഈ പുറത്തു വന്ന ഓഡിയോയിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ഇനി പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരൊറ്റ വരി, നിങ്ങളെ കൊന്നുകളയുന്നതിന് എനിക്ക് സെക്കൻഡുകൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് വോട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. ഞാൻ മറുപടി പറഞ്ഞു. ഒരു കാര്യം കൂടെ, യഥാർത്ഥത്തിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ടെക്നിക്കൽ ഡിഫൻസ് എടുക്കാനല്ലേ എളുപ്പം. പോലീസ് ആദ്യം രാഹുലിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വെച്ച ശബ്ദം രാഹുലിന്റെ ആണെന്ന് തെളിയിക്കട്ടെ എന്ന്. അതല്ലെന്ന് നമുക്കെല്ലാം അറിഞ്ഞൂടെ? ഇത് രാഹുലിന്റെ സൗണ്ട് അല്ലെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? സത്യം എന്താ? രാഹുൽ ഒരു പെൺകുട്ടിയും കൂടുള്ള സ്വകാര്യ സംഭാഷണത്തിനിടയ്ക്ക് അവർ പറയുന്ന കാര്യങ്ങളല്ലേ. നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര നേരം വേണമെന്ന് പറഞ്ഞാൽ രാഹുൽ ഒരാളെ കൊല്ലുന്നു എന്നാണോ അർത്ഥം? രണ്ട് വ്യക്തികളുടെ സംസാരത്തിൽ കോണ്ടെക്സ്റ്റ് എന്ന കാര്യമില്ല. എനിക്ക് ഒരു 30 സെക്കൻഡ്സ് കൂടെ മതി. എനിക്ക് ഏക അഭ്യർത്ഥന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട്, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ എത്ര എളുപ്പം കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൂസി സിനിമയിൽ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്തതുപോലെ പറ്റുമെങ്കിൽ കയ്യിൽ കയ്യാമം വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇന്ന് രാഹുൽ എത്ര വലിയ തരംഗമാണോ അതിനേക്കാൾ വലിയ തരംഗമാകും. അതിന് ഓരോ മലയാളിയും അഭിമാനിക്കണം. അത് ഓരോ മലയാളിയുടെയും നീതിബോധമാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുജനങ്ങളും രാഹുലിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ എന്ന വ്യക്തിയുടെ മഹാ കരിസ്മ കണ്ടിട്ടൊന്നുമല്ല, പുള്ളി കരിസ്മാറ്റിക് ആണ്. പക്ഷേ നീതിയോടുള്ള നമ്മുടെ മലയാളിയുടെ പ്രതിബദ്ധതയാണ്, ധർമ്മത്തോടുള്ള നമ്മുടെ ഓരോ മലയാളിയുടെയും അല്ല, ഓരോ മലയാളികളുടെ കുത്തകാവകാശം താങ്കൾ ഈ തരത്തിലേക്ക് വാദഗതികൾ ഉയർത്തിക്കൊണ്ട് ദയവേത് മലയാളികളുടെ കുത്തകാവകാശം താങ്കൾ ഏറ്റെടുക്കരുത്. അല്ലല്ല അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. ശ്രീ വി കെ സനോജ്, ഇപ്പോൾ ഇന്ന് കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അതായത് പുകമറ കാണിച്ച് ഇലക്ഷൻ ജയിക്കാൻ നോക്കേണ്ട, അത് CPIM-നോടും BJP-യോടും പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ അത് ആകട്ടെ, പക്ഷേ ഇലക്ഷന്റെ സമയത്ത് ഇത്തരം പുകമറ കാണിച്ചുകൊണ്ട് ജയിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുള്ള മറുപടി വി കെ സനോജും പ്രശാന്ത് ശിവനും ഒരൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, ഇത് പുകമറയാണെങ്കിൽ ഈ കെ മുരളീധരനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ കേസ് കൊടുക്ക്, അല്ലെങ്കിൽ രാഹുലിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങൾ പറയ് ഇതെന്റെ ശബ്ദമല്ല എന്ന് പറയിക്ക്. ചെയ്തിട്ട് ഈ അഭിപ്രായങ്ങൾ പറയൂ. നാണം കെട്ട് നിൽക്കുന്ന കോൺഗ്രസ് രക്ഷിക്കാൻ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ നിങ്ങൾ ധാർമ്മികത അവസാനമാക്കുന്നില്ല. ധാർമ്മികയുടെ ക്ലാസ് രാഹുൽ ഈശ്വറിന്റെ കേരളത്തിന് ആവശ്യമില്ല. നിങ്ങൾ ഈ പർവ്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി പുറത്ത് ഈ നിലയിൽ പ്രസ്ഥാനം പുറപ്പെടുവിച്ചാൽ അതൊന്നും അങ്ങനെ അംഗീകരിച്ച പ്രശ്നമില്ല. അറസ്റ്റ് ചെയ്യും, എന്താ സംശയം? അറസ്റ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളും ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ വേദനകൾ, ഇമോഷൻസ് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവിടെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാള് ഈ ജനസമക്ഷത്തിന് മുന്നിൽ മറുപടി പറയേണ്ട സമയം വരിക തന്നെ ചെയ്യും. ഇന്നാട്ടിലെ ജനങ്ങളോട് മറുപടി പറഞ്ഞേ തീരൂ. കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഒരു വശത്ത് രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൂടി താങ്കളെ ഒന്ന് അറിയിക്കുകയാണ്. പരമാവധി എല്ലാ പ്രചരണത്തിനും രാഹുൽ കൊണ്ടുപോകണം. കോൺഗ്രസിന്റെ കേരളത്തിലുടനീളം കോൺഗ്രസിന് പറ്റിയ മുഖമാണ്. കോൺഗ്രസ് ഇപ്പൊ അകപ്പെട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞ താങ്കൾ കേട്ടല്ലോ, കണ്ണാടിയിലെ പരിപാടിയിൽ നാളെ താൻ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, കോൺഗ്രസ്സുകാരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാർ ഇവിടെ ഇരട്ടത്താപ്പ് എടുക്കുകയാണ്. ഒരു വശത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു കോൺഗ്രസ്സുകാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ. അതേ സമയത്ത് ഇതേ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവിടേക്കും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീകൾ വളരെ നന്ദി ശ്രീ വി കെ സനോജ്, പ്രശാന്ത് ശിവൻ, രാഹുൽ ഈശ്വർ, ജോർജ് പൊടിപ്പാറ എൻകൗണ്ടറിൽ പങ്കെടുത്തതിന്. എൻകൗണ്ടർ അവസാനിക്കുന്നു.